നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പഴനിയിലാണ്. പഴനിയിൽ എങ്ങനെ മുട്ടയടിക്കുക എന്നുള്ളത് ഒരു വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് ഇവിടെ വന്ന് കറക്റ്റായിട്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മുട്ടയടിച്ച് ചെയ്യുന്നത്. നമ്മളിവിടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകട്ടോ. നമ്മൾ അമ്പലത്തിൻ്റെ വേറൊരു വശത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇതുപോലെ ഇങ്ങനെ ഫ്രീ പാർക്കിംഗ് ഒക്കെ ഉള്ള ഏരിയ ഉണ്ട്, പക്ഷേ ഇന്നെന്തോ പോലീസ് നമ്മളെ തിരിച്ചു വിട്ടിട്ട് ആ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് വിട്ടിരിക്കുന്നത്. ശരിക്കും ഗൂഗിളിലും അത് തന്നെയാണ് കാണിക്കുന്നത്, പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെ നടന്ന് അമ്പലവും കടന്ന് കുറച്ചുകൂടി സൈഡിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കയറി പോരേണ്ടത്. അപ്പോൾ ഇങ്ങനെ കയറി ലെഫ്റ്റിലൂടെ ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ മുട്ടയടിക്കുന്ന സ്ഥലം നിന്ന് ഒരു ദൂരെയായിട്ട് എഴുതിയിട്ടുണ്ട്, അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കുറച്ചുകൂടി നടന്നു പോകണം കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയി മുട്ടയടിക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇവിടെ ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാരിക്കേഡ് എല്ലാം. കാരണം ഒരുപാട് തിരക്കുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ മൊബൈൽ ഫോണൊന്നും അകത്ത് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇതപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള ചീട്ട് രസീതാക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം 4-5 പേരുണ്ട് ഞങ്ങൾ മുട്ടയടിക്കാൻ തന്നെ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, ഓരോ കുട്ടികളാണെങ്കിൽ പോലും എല്ലാവരുടെയും ഫോട്ടോ എടുക്കണം. അപ്പോൾ നമുക്ക് ഫോട്ടോ പതിച്ച നമ്മുടെ ഒരു റെസീപ്റ്റാണ് ഇവർ ഇവിടുന്ന് തരുന്നത്. സാധാരണ തിരക്കുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഇവിടെ തിരക്ക് ഭയങ്കര കമ്മിയായിരുന്നു. മേ ബി തൈപ്പൂയം കഴിഞ്ഞതിൻ്റെ തിരക്ക് കഴിഞ്ഞാണോ തോന്നുന്നു. ഇത് കണ്ടില്ലേ, എൻ്റെ ഫോട്ടോ ഒക്കെ പതിച്ച ഒരു ഇത് തന്നിട്ടുണ്ട്. അതിൽ തന്നെ ബാർബറിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായി കൊടുക്കണമെന്നാണ്. പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് ഇവിടെ വരി ഇരിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ട്. അവരെന്നെ വിളിക്കുന്നത് നമ്മളെ, അതാണ് മെയിനായിട്ട്. ഇനി നമ്മുടെ മുട്ടയടിക്കുന്ന ചടങ്ങാണ്. മുട്ടയടിക്കുന്നത് കാണിച്ചു തരും. നമ്മൾ വിശദമായി പറഞ്ഞു കൊടുത്താൽ മതി നമുക്ക് എങ്ങനെ മുട്ടയടിക്കണം, താടി കളയണം എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത ചടങ്ങ്. അത് ഇവിടെ തന്നെ കുളിക്കാനുള്ള സൗകര്യം അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടി കാണണം. നമ്മൾ മുട്ടയടിച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കുളിച്ച് ഫ്രീ ആയിട്ടാണ് കേട്ടോ. അതും അപ്പോൾ കുളിക്കാൻ പോകുന്നവിടെയൊക്കെ ചിലർ നിന്ന് പൈസയൊക്കെ ചോദിക്കും. അവർക്കൊന്നും കൊടുക്കരുത് കേട്ടോ നമ്മൾ പൈസ. ഒരു വ്യക്തി മുട്ടയടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈഗോയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും, ദുഷിച്ച കാര്യങ്ങളെല്ലാം തന്നെ, നെഗറ്റീവ്സ് എല്ലാം തന്നെ കളഞ്ഞിട്ട് വരണം എന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ മുട്ടയടിച്ചിട്ട് മുരുകനെ കാണാൻ പോകുന്നത്. അപ്പോൾ മുരുകനെ കാണാൻ പോകുമ്പോൾ എല്ലാ ഈഗോയും നെഗറ്റീവ്സും എല്ലാം മാറ്റി വെച്ച് വരണം എന്നാണ് പ്രമാണം. അപ്പോൾ അതിന് ഒരു ആധാരമായിട്ടാണ് ഈ മുട്ടയടിക്കൽ പറഞ്ഞ ചടങ്ങ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി പിറന്നാൽ തന്നെ അതിനെ ഫസ്റ്റ് കൊണ്ടുവന്ന് മുരുകൻ്റെ അവിടെ കൊണ്ട് മുട്ടയടിക്കാമെന്ന് പറഞ്ഞ് നേരാറുണ്ട്. ഈ നേർച്ചകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ മുട്ടയടിക്കാറുണ്ട്. അതുവരെ കുട്ടിക്കൊന്നും മുടി വെട്ടാറില്ല. ഇപ്പം നമ്മുടെ കൂടെ തന്നെ 2-3 കുട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുടി മുറിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അവരും മുട്ടയടിക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മുട്ടയടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ വരും കേട്ടോ. അത് ഞങ്ങൾ ചന്ദനം ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിലും തമിഴിലൊക്കെ ആയിട്ട് പറഞ്ഞു വരും. സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സോപ്പിടാൻ വരും. അപ്പോൾ നമ്മൾ അവരിലൂടെ പോയി ചന്ദനം തേച്ച് കൊടുക്കാൻ പോവുകയാണെങ്കിൽ അത് ഫ്രീ ആണെന്നൊക്കെ അവർ ആദ്യം പറയുമായിരിക്കും കേട്ടോ. ചിലർ ഫ്രീ ആയി ചെയ്തു തരും, ചിലർ പക്ഷേ കാശ് വാങ്ങും. അപ്പോൾ തന്നെ 50-100 വേണമെന്ന് പറയും, അത് കൊടുക്കേണ്ടി വരും. ഇല്ല വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പൂജാ സ്റ്റോറുണ്ട്, ആ പൂജാ സ്റ്റോറിൽ പോയിട്ട് പൂജാ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി വരും. പക്ഷെ അത് വാങ്ങിച്ച് നോക്കി വരുമ്പോൾ വലിയൊരു ബില്ല് ഈടാക്കും. പിന്നെ അത് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതിനായിട്ട് നമ്മൾ കൊണ്ടുപോവുക, ചന്ദനം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ തേച്ച് പിടിപ്പിച്ചാൽ മതി. ആ കുളിക്കാൻ പോകുമ്പോൾ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ വാഷ് ബേസിനൊക്കെ ഉണ്ടാവും, അവിടെ വെച്ച് നമുക്ക് ചന്ദനം സ്വന്തമായി തേക്കാവുന്നതാണ്. അത് കുട്ടികൾക്കും ചെയ്തു കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ വീട്ടിൽ നിന്നൊക്കെ അരച്ച് കൊണ്ടുവരുന്ന ചന്ദനമായിരിക്കും കേട്ടോ നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഷേവ് ചെയ്ത് വരുമ്പോൾ എന്തായാലും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ചന്ദനമൊക്കെ കെമിക്കലുള്ളതാണ്. അപ്പോൾ ആ കെമിക്കൽ തേക്കുമ്പോൾ തന്നെ നല്ല എരിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് അതൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഓരോ ടിപ്പുകളാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതിയാവും. ഇവിടെ 70 പേരിൻ്റെ അടുത്ത് മുട്ടയടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ചാൻസാണ് ഉള്ളത്. ഇപ്പോൾ ഇയാൾ മുട്ടയടിച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാണ് ചാൻസ് കൊടുക്കേണ്ടത്. ഇയാൾക്ക് ഇനി റെസ്റ്റാണ്. അങ്ങനെ 70 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ആളെല്ലാവരും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അടുത്ത് ഇയാളുടെ ചാൻസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും 100 രൂപ കൊടുത്താലൊന്നും സാറ്റിസ്ഫൈഡ് ആകാത്ത പോലെയൊക്കെ പറയും. പക്ഷേ 100 രൂപയ്ക്ക് തന്നെ എല്ലാവരും കൊടുക്കുന്നുള്ളൂ. ഒരു ദക്ഷിണ പോലെ വെറുതെ അവർക്ക് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ദേവസ്വത്തിൻ്റെ എല്ലാ പൈസയും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കണം എന്നൊന്നുമില്ല. ബട്ട് എന്നാലും എല്ലാവരും ഒരു 50 രൂപ 100 രൂപ പറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും. നമുക്ക് ഇവിടെ ഒരാൾ ഇരുന്ന് എടുക്കാറുമുണ്ട് കേട്ടോ. ഇന്ന് ശരിക്കും പഴനിയിൽ തിരക്കില്ല. ഇല്ലെങ്കിൽ ഇതൊന്നും അല്ലായിരിക്കും കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെയൊക്കെ ഓരോ ദിവസത്തെ സാലറിയും ടിപ്പും എല്ലാം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്ന അത്രയും രൂപയാട്ടോ ഇവർക്ക് കിട്ടുന്നത്.
ലേഡീസിനൊക്കെ ആണെങ്കിൽ ഇവരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ലേഡീസൊക്കെ മുട്ടയടിക്കാറുണ്ട്, അല്ലാത്തവരൊക്കെ അടിക്കാൻ കഴിയാത്തവർ ഇതേപോലെ ഈ കുഞ്ഞ് തുണ്ടാക്കിയിട്ട് മുറിച്ച് തരും അവർ. എന്നിട്ട് അവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിൽ തലയൊഴിഞ്ഞ് ഇടണം എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ ബോക്സ് ഈ കാണുന്നതാണ് ആ ബോക്സ്. ഇതിനുള്ളിലോട്ട് അവർക്ക് മുട്ടയടിച്ചതിന് തുല്യമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടോ ഉള്ളത്. ഇതുണ്ടല്ലേ, വേറൊരു സംഘം ഇങ്ങനെ മുട്ടയടിച്ചും കാവടി എടുത്ത് കുടമൊക്കെ ഉണ്ട്, കുമ്പെന്നാ പറയാം കേട്ടോ, കുമ്പൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ, അതും അവരുടെ ഒരു ഭാഗം തന്നെ കേട്ടോ. തമിഴ്നാട്ടുകാരാണ് കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. അപ്പോൾ പഴനിയിൽ വരാൻ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക, ഇനി മുതൽ പഴനിയിൽ മൊബൈലും മേലോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അപ്പോൾ താഴത്ത് ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ക്ലോക്ക് റൂമുകളല്ല മൊബൈൽ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അവിടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കേട്ടോ ആ പഴമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, കൊയ്യാക്കൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അരികെ തന്നെയുള്ള ഒരു മൊബൈൽ സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒരു മൊബൈലിന് 5 രൂപയാണ്. അപ്പോൾ ഇതുപോലെ കുറേ നോട്ടീസൊക്കെ എല്ലാവരുടെയും വെച്ചിട്ടുണ്ട്. അതായത് ഫോൺ ഇനി മേലെ പോയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചു വെക്കുന്നതാണ് പറയാറ്. അപ്പോൾ 5 രൂപ കൊടുക്കാൻ മടിച്ചിട്ട് നമ്മൾ ആ ഫോൺ പോക്കറ്റിലോ എല്ലാവിടെയൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മലയാളത്തിൽ വരെ എഴുതിയിട്ടുണ്ട്, അതായത് ഫോൺ പിടിച്ചു വെക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഫോണൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപേൻ്റെ ഫോണല്ലേ, അപ്പോൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 5000 രൂപ കൊടുത്താലും അവർ വാങ്ങി വയ്ക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അതൊന്നും നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അതൊന്നും ചെയ്യാണ്ടിരിക്കാം. പക്ഷെ എൻ്റെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലോക്ക് റൂമുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, അതൊക്കെ എന്ത് ചെയ്തോ ആവോ. ഇവരതിന് മുന്നിൽ ക്ലോക്ക് റൂമിനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ക്ലോക്ക് റൂമിൽ നമ്മൾ ബാഗിനൊപ്പം ഫോണൊക്കെ വെക്കാറാണ് പതിവ്. അപ്പോൾ അതിന് നല്ല സെക്യൂരിറ്റി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. എന്ത് തന്നെയാണെങ്കിലും മുരുകന് ഇരിക്കട്ടെ ഒരു 5 രൂപ. 1 ലക്ഷം പേര് വരികയാണെങ്കിൽ 5 ലക്ഷം രൂപ ആ വഴിക്ക് കിട്ടി, എന്തായാലും ആവട്ടെ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുകയാണ് കേട്ടോ, നമ്മുടെ ഫോണുകളെല്ലാം തന്നെ കൊടുക്കണം. മൊബൈൽ ഡെപ്പോസിറ്റ് പോയിൻ്റ് എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു റെസിപ്റ്റ് തരും. അങ്ങനെയാണ് നമ്മൾ ഫോൺ ഇവിടെ സുരക്ഷിതമായി ഇരിക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് പോകട്ടോ. ഇനിയിപ്പോൾ മുകളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, അതെല്ലാം പോയി വന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മൊബൈൽ ഡെപ്പോസിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാവേ. ഇതാ അങ്ങോട്ടോ കേട്ടോ, ആ വഴി കാണുന്നില്ല, അവിടെയാണ് നമ്മൾ മുട്ടയടിക്കാൻ പോയത്. അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വരുന്നത് കണ്ടില്ലേ ആൾക്കാർ, അത് ആ വഴിയിലൂടെയാണ് നമ്മൾ വന്നത്. കടകളിലൊന്നും ആൾക്കാരില്ല കേട്ടോ. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ ഇന്ന് തിരക്ക് കമ്മിയാണ് പഴനിയിൽ. അപ്പോൾ എന്തായാലും മേളിൽ പോയിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം. അവിടത്തേക്ക് ഫോൺ കൊണ്ടുപോകാത്തതിൽ ഒരു വിഷമമുണ്ട് കേട്ടോ, അത് എന്താണെന്ന് ഇനിയും പിടുത്തം കിട്ടുക. അങ്ങനെ ഞങ്ങൾ മേലെ പോയി ദർശനമെല്ലാം വൃത്തിയായി കണ്ടു. തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒന്ന് പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ കണ്ട് ഇറങ്ങി വരികയാണ്. ആഹാ, കുതിരവണ്ടികൾ, ഇത് കുതിരവണ്ടി സർവീസുകളും ഉണ്ട് കേട്ടോ. 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കുതിരവണ്ടികളിൽ നിന്നും നമുക്ക് ഈ അമ്പലത്തിലോട്ട് വരാം. അപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാർക്കിങ്ങിലെത്തുക, അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ തന്നെ സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ മേലെ പോയപ്പോൾ ഉള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. അതായത് കൂപ്പുകാർ വരെ, താഴെ തൂത്തുവാരുന്ന ചേച്ചിമാർ വരെ പൈസ ചോദിക്കുന്നു. പിന്നെ അതുകൂടാതെ തന്നെ സ്വാമിമാരൊക്കെ അവിടെ പോകുമ്പോൾ ദർശനത്തിന് പോകുമ്പോഴൊക്കെ അവരും പണം ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും പണമാണ് വേണ്ടത്. അപ്പോൾ അത് നോക്കിയും കണ്ടൊക്കെ കൊടുക്കുക. കാരണം മുരുകനെ കൊടുക്കാനുള്ള നേരിട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ വഴിയില്ലേ, ഈ വഴി പറഞ്ഞാൽ ഭയങ്കര അസഹനീയമായ വഴിയാണ് കേട്ടോ. അതിൽ പാവങ്ങളിരുന്ന് ഭിക്ഷയാചിക്കേണ്ട, അതൊന്നും അല്ല പ്രശ്നം. വേറെ വേസ്റ്റും 1, 2, 3 ഒക്കെ എല്ലാവരും ഇവിടെയാണ് ചെയ്യാറ്. പിന്നെ മേലോട്ട് പോകുമ്പോൾ ഭിക്ഷക്കാരില്ല കേട്ടോ, അതൊരു മാറ്റം തന്നെയാണ്. ആ സ്റ്റെപ്പിലൊക്കെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ ഇല്ല കേട്ടോ. പിന്നെ ഇതാ പഴനിയിലോട്ട് പോകുന്ന വഴിയില്ലേ, അതൊക്കെ ഭയങ്കരമായിട്ട് ഹൈവേ ഒക്കെ ഗംഭീര ഹൈവേ ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അമ്പ്രാംപളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇരുട്ടുപള്ളം പറയുന്ന ഒരു ഏരിയ വരും. അതായത് 2 സൈഡും പുളിമരങ്ങൾ ഇങ്ങനെ വളർന്നു നിന്ന് റോഡ് നല്ല കുളിർമയാക്കിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലമാണ്. ഈ കാണുന്നതാണ് അത്. 2 സൈഡും വലിയ വലിയ പുളിമരങ്ങളാട്ടോ. എത്രയോ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. അവർ ആ പുളിമരങ്ങളൊന്നും മുറിക്കാത്ത കാരണം തന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു തണുത്ത ഫീലിംഗ് ആണ്. ടെമ്പറേച്ചർ പെട്ടെന്ന് കുറഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല രസമാണ് അതിലൂടെയുള്ള യാത്ര. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പഴനി യാത്രയിലെ കാഴ്ചകൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. കുറച്ചെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സീ യു ദെൻ.